ഓക്കെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട് എന്നും അതോടെ അവന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ച എങ്ങനെയാണ് നമ്മുടെ രക്ഷയിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും കണ്ടത്. ഇത് നമ്മൾ കാണാൻ പോകുന്നതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. 6-ാം വാക്യമാണ്, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയതിന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടുള്ളൊരു മുൻനിയമനമുണ്ട്. അതായത് നമ്മൾ എങ്ങോട്ടാണ് മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മൾ മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നത്, അതായത് വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നത് പുത്രത്വത്തിന്റെ ദത്തെടുക്കലിലേക്കാണ്. അവൻ ദത്തെടുക്കേണ്ടതിന് നമ്മളെ മുൻനിയമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മുൻനിയമനം എല്ലാം പുത്രത്വത്തിലേക്കാണ്. ടു ബി ചിൽഡ്രൻ ഓഫ് ഗോഡ്, കൺഫോം ടു ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് അതാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് എപ്പോഴും അവന്റെ കൃപാധനത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് വരുന്നത്. അതിലൊരു മനുഷ്യനും പുകഴാനില്ല. ഒരു മനുഷ്യനിലേക്കും പുകഴ്ച പോകുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശമല്ല. രക്ഷയുടെ പൂർണ്ണമായ പുകഴ്ച അവന്റെ കൃപയ്ക്കാണ്. So his grace is glorified when we ultimately are glorified. നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ അവന്റെ കൃപയാണ് പുകഴ്ത്തപ്പെടുന്നത്, തിരസ്കരിക്കപ്പെടുന്നത്. അവന്റെ കൃപയുടെ മഹത്വമാണ് ഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷയുടെ പൂർണ്ണമായ ഗ്ലോറി ദൈവത്തിനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നത്. രക്ഷയുടെ പൂർണ്ണമായ ഗ്ലോറി എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മെ അവന്റെ സന്നിധിയിൽ തേജസ്സോടെ നിർത്തുവാൻ വേണ്ടത് എല്ലാം ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ our salvation belongs to the Lord and we give glory to him. ഇതാണ് അവന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ച എന്ന വാക്കുണ്ട്. കൃപയുടെ മഹത്വം, ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ് ഈസ് പ്രൈസ്ഡ്. അവന്റെ കൃപയുടെ മഹത്വം പുകഴ്ത്തപ്പെടുന്നു. കൃപയുടെ മഹത്വം എന്ത് വലിയ കൃപ, എന്ത് മഹത്വമേറിയ കൃപ എന്ന് വാഴ്ത്തപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പോൾ രക്ഷയുടെ പൂർണ്ണമായ ഗ്ലോറി കർത്താവിൻ്റെ അടുത്താക്കിയാണ്, കർത്താവിനാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ രക്ഷ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രത്യേകമായിട്ട് നമ്മുടെ സഭയിൽ അതിന് ടൈം എടുക്കാനുള്ള കാരണം രക്ഷ അതാണ്. അവന്റെ കൃപയാണ് നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും അവന്റെ കൃപയുടെ ധനം നമ്മൾ കാണുകയും ഈ കൃപയുടെ വ്യാപാര ശക്തിയെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. കൃപാധനത്തിന്റെ വ്യാപാര ശക്തി, സംതിങ് ദാറ്റ് ക്യാൻ ബി ട്രേഡഡ്, എക്സ്ചേഞ്ച്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിൽ പറയുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഈ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പാപക്ഷമയെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ബന്ധനത്തിൽ നമ്മൾ വിടുവിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ പാപം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കണ്ടെത്തുന്നത്, ക്രിസ്ത്യാനികൾ കണ്ടെത്തുന്നത് ആക്ഷൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ റിയാക്ഷനിലാണ്. ആക്ഷനിൽ ഒത്തിരി പാപം ഉണ്ടെന്ന് നമുക്കറിയാം. ആക്ഷൻ എല്ലാം പാപമാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് റിയാക്ഷനാണ്. പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷനിൽ നമ്മൾ പലപ്പോഴും ഫെയിൽ ആയി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എന്താ പറയുന്നത്, പാപപ്രവൃത്തി ചെയ്യാതെയൊക്കെ കുറച്ചൊക്കെ നോക്കാൻ പറ്റും. റിയാക്ഷന്റെ കാര്യത്തിൽ പലപ്പോഴും എന്താ പറയുന്നത്, ലംഘകരായി. പാപം എന്നുള്ള വാക്കിനേക്കാൾ ലംഘനം എന്ന് പറയുന്നതായിരിക്കും. പാപം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പാപമാണ്. ലംഘനം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിക്രമങ്ങളുടെ മോചനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ലംഘനം ഉണ്ടാകാത്ത, അല്ലെ പാപമില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നതല്ല. ലംഘനം ഇല്ലാത്ത അവസ്ഥ, പാപമില്ലാത്ത അവസ്ഥ നമുക്ക് ഈ പുനരുത്ഥാനം വരെ ഉണ്ടാകുന്നില്ല. പാപം നമ്മുടെ ശരീരത്തിൽ മരിക്കുന്നവരുണ്ട്. എന്നാൽ ലംഘനങ്ങൾ, അതിക്രമങ്ങൾ, ദൈവത്തിന്റെ നിയമത്തെ ലംഘിക്കുന്ന ലംഘനങ്ങൾ ഉണ്ടാകുന്നത്, ആ ലംഘനങ്ങൾ ഉണ്ടാകാത്ത ജീവിതം നമ്മളിൽ ഉളവാക്കുവാൻ അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിന് കഴിയും എന്നാണ് പറയുന്നത്. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.
ഈ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്, അതായത് വി നോ ലോങ്ങർ വി ട്രാൻസ്ഗ്രസ്, വി ഡോണ്ട് ബ്രേക്ക് ദ ലോ ഓഫ് ഗോഡ്. പക്ഷെ റിയാക്ഷൻ സമയത്താണ് പലപ്പോഴും ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നത്. മോറൽ ലോയുടെ ലംഘനങ്ങളെ കുറിച്ചാണ് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇനി ആരും പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പാപം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇറ്റ് സ്പിൽസ് ഓവർ, അതവിടെ ഉണ്ട്. എന്നാൽ ഈ മോചനം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഉണ്ടെന്നൊരു വാഗ്ദത്വം നമുക്ക് അവൻ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പം ഈ വാക്യത്തിലുള്ള കൺഫ്യൂഷൻ മാറും. എങ്ങനെയാണ് നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് തന്നിരിക്കുന്നത്? അത് അവൻ തന്നിരിക്കുന്നത് ഒരു പാക്കേജ് ആയിട്ടാണ്. എന്താണ് ആ പാക്കേജ്? അതിതാണ്, അത് അവൻ നമുക്ക് അവൻ നമുക്ക് ഈ വീണ്ടെടുപ്പ്, ഈ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് 6, 7, 8 കൂടെ ഒന്നിച്ച് വായിച്ചു നോക്കി. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പൊ വീണ്ടെടുപ്പ് എങ്ങനെ നൽകിയിരിക്കുന്നത്? ജ്ഞാനവും വിവേകവുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കൃപാദന പ്രകാരമുള്ള ജ്ഞാനം. ആ ജ്ഞാനവും വിവേകവും നമ്മളിൽ വസിച്ചിട്ടാണ് അതിക്രമങ്ങൾ ചെയ്യുന്നതിന് പകരം, നമ്മുടെ സ്വാഭാവിക മനുഷ്യൻ പ്രതികരിക്കുന്നതിന് പകരം ക്രിസ്തുവിൽ ഉളവായ പുതിയ മനുഷ്യൻ ഇടപെടുന്നു, സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു എന്ന രീതിയിൽ അവൻ നമുക്കത് ജ്ഞാനവും വിവേകവുമായിട്ടാണ് ഈ അതിക്രമങ്ങൾ എന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ് നമ്മളെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമാക്കുന്നത്. അതായത് ഒരു ക്രൈസിസിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിന് പലപ്പോഴും നമുക്ക് സ്വാഭാവിക മനുഷ്യന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ആത്മാവ് നമുക്ക് നൽകുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്. അപ്പോൾ ഈ വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത്, വി നോ ഹൗ ജീസസ് വുഡ് റിയാക്ട്, വാട്ട് ജീസസ് വുഡ് ഡു. ആ ഒരു റിയാക്ഷനാണ് ശരിക്കും നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ബോത്ത്. അപ്പൊ ഇത് ഈ ഒരു എന്താ പറയുന്നത്, ആ പരിജ്ഞാനത്തിന്റെ നിറവ് അത് റെഡിലി അവൈലബിൾ ആവുക എന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് അതിക്രമങ്ങളൊക്കെ സംഭവിച്ച ശേഷം അയ്യോ കർത്താവ് ഇങ്ങനെയല്ല എന്നല്ലോ എന്ന് മനസ്സിലാകും. ശരി, ഞാൻ ചെയ്ത് തെറ്റിപ്പോയല്ലോ. അത് നമുക്ക് തക്ക സമയത്ത് ചിലപ്പം ആദ്യം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ വീണ് പോയ ശേഷം എഴുന്നേറ്റിട്ടായിരിക്കും അയ്യോ ദൈവം യേശുവായിരുന്നു ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മൾ പിന്നെ അത് ചെയ്തുകൊണ്ട് പിന്നെ അയ്യോ കർത്താവ് ഇങ്ങനെയായിരുന്നല്ലോ എന്ന്. മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് എൻഡ്സ് ഇൻ റിഗ്രറ്റ്. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ നമ്മെ തീർച്ചയായിട്ടും തക്ക സമയത്ത് പരിജ്ഞാനം നൽകി നമ്മളെ വിടുവിക്കാൻ ശക്തിയുള്ളവനാണ്. ആസ് വി പ്രോഗ്രസ് ഇൻ ദ ലോർഡ് വി എക്സ്പീരിയൻസ് മോർ ഓഫ് ഹിസ് ഗ്രേസ്. അപ്പോൾ ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് അവന്റെ കൃപയാൽ ലഭിക്കുന്ന, ഈ കൃപയാൽ ലഭിക്കുന്ന പരിജ്ഞാനം ആണ് നമ്മെ അതിക്രമങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്. അതിക്രമങ്ങൾ എന്ന് പറയുന്ന ഒരു ബന്ധനമാണ്. ഇഫ് യു ഡു വൺ തിങ് യു ആർ ട്രാപ്ഡ് ഇൻ എവറി അതർ തിങ്. ഓക്കെ, അപ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പുതിയ നേച്ചറാണ്. ആ പുതിയ നേച്ചറിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളാണ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ് നമ്മെ അതിക്രമങ്ങളുടെ പിടിയിൽ നിന്നും അതിന്റെ സൈക്കിളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. ഓക്കെ, പലപ്പോഴും അങ്ങനെയുള്ള പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തോറ്റുപോയ സന്ദർഭങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വി ലാക്ഡ് ദാറ്റ് നോളജ് ഓഫ് ക്രൈസ്റ്റ്. ആ സമയത്ത് വി ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് തരുന്നത്? ഈ ലോകത്ത് നമ്മൾ ഇടപെടുമ്പോൾ ഇപ്പൊ നമ്മൾ ഒത്തിരി കോൺഫ്ലിക്ട്സിന് നടുവിൽ ജീവിക്കുന്നവരാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇവിടെ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഇതിനിടയിൽ ഇത്രയും കൃപയുടെ വിതരണം ദൈവം ചെയ്യുന്നത്? നമുക്കൊരു ക്രിസ്തീയ കാഴ്ചപ്പാട് എല്ലാത്തിനും നൽകിയിരിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സ്ലഗ് ഫെസ്റ്റ് അവിടെ ഇവിടെയും എല്ലാമുള്ള ജാതീയമായതും വംശീയമായതും അതുപോലെ വംശങ്ങളുടെ വെല്ലുവിളികളും പിന്നെ എന്താ പറയുന്നത് മതങ്ങളുടെ ആക്രമണങ്ങളും മതമൗലികവാദവും ഇങ്ങനെയുള്ള അനേകം പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ
നമുക്കിതിന്റെ മധ്യത്തിൽ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്, ക്രിസ്തു എങ്ങനെ ഇവരെ നോക്കുമായിരുന്നു എന്നുള്ളൊരു കാഴ്ച നമ്മെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കും. അത് ഏത് ലെവൽ ഓഫ് ലൈഫിലും, ഏതോ ലെവൽ ഓഫ് ലിവിങ്ങിലും ക്രൈസ്റ്റ് പെർസ്പെക്റ്റീവ് സേവ്സ് us ഫ്രം പോസിബിൾ ട്രാൻസ്ഗ്രഷൻസ്. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ, നമുക്ക് മാത്രമേ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ദാറ്റ്സ് യുണീക്ക് ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. വേറെ ആർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് തിങ്കിങ് ഹിസ് തോട്ട്സ് ത്രൂ us. അവന്റെ ജീവൻ, അവന്റെ ആത്മാവാണ് നമുക്ക് ആ ചിന്തകൾ തരുന്നത്. അത് ക്രിസ്തുവിന്റെ ചിന്തകളാണ്. അത് ഏത് മനുഷ്യനെ കുറിച്ചായാലും, ഏത് ജാതിയിൽപ്പെട്ടവനെ കുറിച്ചായാലും, ഏത് വംശത്തിലുള്ളവനായാലും, ഏത് മത ബാക്ക്ഗ്രൗണ്ടിലുള്ളവനായാലും, വാട്ട് വുഡ് ജീസസ് തിങ്ക് അബൌട്ട് ഹിം? അവന്റെ സോളിനെ നോക്കിയിട്ട് കർത്താവ് എങ്ങനെയായിരിക്കും അവനെ നോക്കുന്നത്? ആ സ്നേഹമാണ് ലോകത്തിലുള്ള സകല അതിക്രമങ്ങളെയും തോൽപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് ഒക്കെയും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി തന്നെ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും റെപ്രസെന്റേഷൻ സ്വർഗത്തിലുണ്ട്. അപ്പോൾ ബാബേൽ ഗോപുരത്തിൽ ചിതറിപ്പോയ ജനം വിവിധങ്ങളായ എന്താ പറയുന്നത്, ജാതി മത വർഗ ഭാഗങ്ങളായി ചിതറപ്പെട്ടു ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയി. ഞാൻ വിചാരിക്കുന്നു ഓരോ ദേശത്തും താമസിക്കുമ്പോൾ അതിനനുയോജ്യമായ ശാരീരിക പ്രകൃതി ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ പലതരത്തിലുള്ള റേസുകൾ ഭൂമിയിൽ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാഷ മാത്രമല്ല, ആ ജനറ്റിക് പൂൾ തന്നെ കലങ്ങിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. വിവിധ തരത്തിലുള്ള ഭാഷകളും ജാതികളും വംശങ്ങളും. അപ്പൊ ദൈവം ആ നോഹയുടെ കാലത്തിന് മുൻപുള്ള ഒരു സിംഗുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ചിതറിപ്പോയി, പല സ്ഥലത്തേക്ക് ചിതറിപ്പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിനെല്ലാം കൂട്ടിവരുത്താനുള്ള ഒരു പരിപാടി. ശരിക്കും പെന്തക്കോസ്റ്റിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടിവരുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. ഭാഷകളുടെ അതിർവരമ്പുകളാണ് അവിടെ ഭേദിക്കുന്നത്. അതായത് ഏത് ഭാഷയിൽ ഉള്ളവനും അവനവന്റെ കാര്യം മനസ്സിലാകുന്നു എന്നുള്ളതാണത്. അപ്പോൾ ആ ഭാഷയുടെ കലക്കം അവിടെ അവസാനിച്ചു. അത് മാത്രമേ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, ഭാഷയുടെ കലക്കം. എന്നാൽ ഇവിടെ പറയുന്നത് സകല ജാതികളെയും ഒന്നായി ചേർക്കുക. അപ്പൊ വിവിധങ്ങളായി ചിതറപ്പെട്ടു പോയവരെല്ലാം ഒന്നായി ചേർക്കുക എന്നുള്ള മനുഷ്യനെ ആ വീണ്ടെടുപ്പിന്റെ ഒരു എന്താ പറയുന്ന ഗൗരവമാണ് അത് കാണിക്കുന്നത്. വീണ്ടെടുപ്പിന്റെ ഉദ്ദേശമാണ് സകല മനുഷ്യരെയും ക്രിസ്തുവിൽ പിന്നെയും ഒന്നായി ചേർക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയുമല്ല, എല്ലാ ജാതി മത വർഗ വിഭാഗങ്ങളിൽ നിന്നും ഒരു ഗ്രൂപ്പ് പോലും വിട്ടുപോകാതെ എല്ലാവരിലും അവിടെ വിശ്വാസികൾ എത്തി അവരെല്ലാം പിന്നെയും ഒന്നായി ചേരുന്ന ആ ഒരു പെർഫെക്ഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അവിടുത്തെ വാക്യത്തിൽ പറയുന്നത്, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഓക്കെ, ഇപ്പൊ കാലസമ്പൂർണതയിൽ when the time is no more, when the time shall be no more, when the eternal morning breaks free, നിത്യപ്രഭാതം ഉദിക്കുമ്പോൾ വ്യവസ്ഥ എന്താണ്? ദൈവത്തിന്റെ വ്യവസ്ഥ ക്രിസ്തുവിൽ വീണ്ടും യൂണിഫൈഡ് ഹ്യൂമൻ, ഒരു മനുഷ്യനെ, പല അവയവങ്ങളുള്ള ഒരു മനുഷ്യനെ, അതായത് യേശു ക്രിസ്തുവിനെ പിതാവിന് മുമ്പിൽ നിർത്തുക. അവൻ ശരീരവും അവൻ തലയും നമ്മളെല്ലാം ശരീരവുമായി വിവിധ ജാതി മത വർഗ വിഭാഗങ്ങളെല്ലാം കർത്താവുമായി കൂടിച്ചേർന്ന് ആ യൂണിറ്റിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അവനിൽ നാം അവകാശവും പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ, എന്താ ഹിതം? സകലതിനെയും കൂട്ടിച്ചേർക്കുക. അതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ആ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നുണ്ട് നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്
മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. അപ്പൊ അവനിൽ നമ്മൾ ഈ അവകാശം, മക്കളെന്ന അവകാശം പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ ഇപ്പൊ നമ്മൾ നടക്കുന്ന എല്ലാ ഹിതത്തിന്റെ, ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വെളിപ്പെടാനിരിക്കുന്ന ആ വില്ലിന്റെ ആലോചനയാണ് നമ്മൾ നടത്തുന്നത്. ദാറ്റ് മീൻസ് വി ആർ ഹിയർ ടു സ്പ്രെഡ് ഹിസ് ഗോസ്പൽ. അവന്റെ സുവിശേഷം വാക്കുകൊണ്ടും ജീവൻ കൊണ്ടും സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്നതിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മൾ വിശദീകരിക്കപ്പെടുകയും ആ വിശുദ്ധിയുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എത്തുകയും ആ ദൈവത്തിന്റെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുക എന്നുള്ള വ്യവസ്ഥ നിറവേറ്റപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൽ ആശ വെച്ചവരായ നമുക്ക് അവന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ. അപ്പൊ ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ നോക്കിയാലും ലോകത്ത് എവിടെ നോക്കിയാലും ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവന്റെ ഹിതത്തിന്റെ ആലോചന അനുസരിച്ചാണ്. അവന്റെ ഹിതത്തിന് ഒരു ആലോചനയുണ്ട്, അവന്റെ ഇഷ്ടത്തിന് ഒരാലോചനയുണ്ട്. അത് നാം അവന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് റീസണായി മാറാൻ വേണ്ടിയാണ്. ഇതൊക്കെ വളരെ ലോകത്തിന്റെ ഈ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി തരുന്ന വാക്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി മാറേണ്ടതിന് തന്നെ. ഓക്കെ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അവൻ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, എത്ര പ്രാവശ്യം ഓൾറെഡി ഈ കൃപയുടെ പുകഴ്ചയെക്കുറിച്ച്, അവന്റെ മഹത്വത്തിന്റെ പുകഴ്ച എന്ന്, അവൻ നമ്മോട് കാണിക്കുന്ന കൃപയുടെ പുകഴ്ച എന്ന വാക്ക് എത്ര പ്രാവശ്യം എഫെസ്യ ലേഖനത്തിൽ ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് അവന്റെ കൃപ പുകഴ്ത്തപ്പെടുക എന്നുള്ളതാണ് രക്ഷയുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നവീകരണ പിതാക്കന്മാര് ഇങ്ങനെ പറഞ്ഞത്, സോള ഗ്രേഷ്യ, കർത്താവിന്റെ കൃപ മാത്രം, സോള ഫൈഡെ, കർത്താവിന്റെ ഉള്ള വിശ്വാസം മാത്രം, സോള സ്ക്രിപ്ചുറ, വചനം മാത്രം, സോള ക്രിസ്റ്റോസ്, ക്രിസ്തു മാത്രം. അവസാനം പറഞ്ഞ വാക്കിതാണ് സോള ഡിയോ ഗ്ലോറിയ, ദൈവത്തിന്റെ മഹത്വം മാത്രം. ഇതെല്ലാം ചെയ്യുമ്പോഴും പുകഴ്ച ദൈവത്തിന് മാത്രം എന്നുള്ളതാണ് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോള ഡിയോ ഗ്ലോറിയ. അപ്പോൾ ഇതിനിടയിൽ ഒരാൾക്കും പുകഴ്ച, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ സംസാരിച്ചാണ്, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, എൻ്റെ അപ്പൻ എന്നെയൊക്കെ ചെറുപ്പത്തിൽ ബൈബിൾ വായിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ബൈബിൾ വായിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പുകഴ്ച അമ്മയ്ക്കും കുറച്ച് പുകഴ്ച അപ്പനും കുറച്ച് പുകഴ്ച വഴിയെ പോകുന്നവർക്കെല്ലാം കൊടുക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈവൻ അമ്മ പോലും ദൈവത്തിന്റെ കരുണയാണ്. എല്ലാം പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. നമുക്കിത് മനസ്സിലായത് ദൈവത്തിന്റെ കൃപയാണ്, അല്ലാതെ ആരും പ്രത്യേകിച്ച് ഇതിനകത്ത് ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല. അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രാർത്ഥന പോലും ദൈവത്തിന്റെ കൃപാദാനത്തിന്റെ നിറവേറലാണ്. സോ ഓൾ ഗ്ലോറി ക്യാൻ ബി ഗിവൺ ഓൺലി ടു ഗോഡ്. പിന്നെ പല മുഖാന്തരങ്ങൾ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മളുടെ അടുത്തെത്തിയ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം, ആരും ആകാം. ഓക്കെ, അപ്പോൾ 13-ാം വാക്യം പറയാണ്, ഇങ്ങനെ നമ്മൾ പ്രാപിച്ച അവകാശത്തിന്റെ അച്ചാരം, ദാറ്റ് മീൻസ് ഗ്യാരണ്ടി ഓഫ് വാട്ട് വി ഹാവ് റിസീവ്ഡ് ആസ് അവർ റൈറ്റ്. ഒരു മക്കളുടെ റൈറ്റ് നമുക്കുണ്ട് എന്ന് കാണിക്കാൻ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ഇപ്പോഴേ അനുഭവിക്കാൻ പറ്റുന്ന നിത്യജീവന്റെ തേജസ്സിന്റെ കൺഫർമേഷനായിട്ട് നമുക്ക് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എ മുദ്ര, എ സീൽ ദാറ്റ് നോ വൺ ക്യാൻ പീൽ ഓഫ്. അങ്ങനെ ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു സീലിട്ട് നമ്മെ അവന്റെ മക്കൾ എന്ന അവകാശത്തിന് ഒരു സീലിട്ടിരിക്കുന്നു. അതായത് അവന്റെ ഹിതത്തിന്റെ, അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവന്റെ ഹിതത്തിന്റെ ആലോചന ഈ ലോകത്ത് നിറവേറ്റുവാൻ അവൻ നമ്മെ മക്കളായി കണ്ടിരിക്കുന്നു. നമ്മുടെ പിതാവിന്റെ രാജ്യം എന്താണോ ഈ ലോകത്ത്, എന്ത് ഹിതമാണോ നടപ്പാക്കാൻ പോകുന്നത്,
അത് നമ്മളിലൂടെ നടപ്പാക്കുവാൻ ദൈവം അവന്റെ കൃപ നമ്മോട് കാണിക്കുന്നു. അവന്റെ വചനം സംസാരിക്കാൻ കഴിയുന്നത് അവന്റെ കൃപയാണ്. നമ്മൾ സഞ്ചരിക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത് എല്ലാം അവന്റെ കൃപയാണ്. പല ആൾക്കാരും വിചാരിക്കും നമ്മൾ ദൈവത്തിന് എന്തോ ചെയ്തു എന്നാണ്. നോക്ക് എത്ര ഒഫൻസീവ് ആണത്. ക്യാൻ യു ഡു സംതിങ് ഫോർ ദ ലോർഡ്? ഗോഡ് ഈസ് ഡൂയിങ് ഇറ്റ് ത്രൂ അസ്. അതായത് നമുക്ക് പലപ്പോഴും ഇങ്ങനെ ചിന്തയുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി ഇത്ര അധ്വാനിച്ചു. കർത്താവിന് വേണ്ടി അധ്വാനിച്ചു എന്നൊന്നും പറയാനേ പറ്റത്തില്ല. അദ്ദേഹം കർത്താവിന് വേണ്ടി എന്തുമാത്രം അധ്വാനിച്ചു, കർത്താവിന് വേണ്ടി എന്തുമാത്രം അധ്വാനിച്ചു, അങ്ങനെ ഒരു മനുഷ്യനും കഷ്ടപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊരു പ്രിവിലേജ് ആണ്. അവന് വേണ്ടി നമുക്ക് ഒരു ട്രാക്ട് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഇറ്റ്സ് എ പ്രിവിലേജ് ദാറ്റ് വി സീക്ക് ഹംബ്ലി. കർത്താവിന് പറയാം, കർത്താവെ എനിക്കൊരു അവകാശം തരാമോ, ഞാനൊന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചോണ്ട് ചെയ്യുന്നതാണത്. അതല്ലാതെ ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചൊന്നും പറയാനില്ല. ബിക്കോസ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് അവർ ജോയ് ആൻഡ് പ്രിവിലേജ്. അപ്പൊ അതെല്ലാം അവന്റെ കൃപയാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന ഈ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയല്ലാതെ എന്നിൽ യാതൊന്നുമില്ല. നിങ്ങൾക്ക് അതിനെ അറിയാവുന്നതായി. there is nothing in me that could claim anything. ഓക്കെ, നമുക്ക് രക്ഷയുടെ അടുത്തേക്ക് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. ഓക്കെ, കർത്താവിന്റെ പ്രവൃത്തിയിൽ തന്നെ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. സോ അവൻ നമ്മുടെ മേലിട്ടിരിക്കുന്ന സീലാണ് നമ്മുടെ ആശ്വാസം എന്ന് പറയുന്നത്. ഈ ആശ്വാസം നമുക്കൊരു വാഗ്ദത്തമാണ്. നമ്മുടെ റെസ്റ്റിനെ കുറിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നെ സംബന്ധിച്ച്. അപ്പൊ റെസ്റ്റിനകത്തൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഈ അച്ചാരം, സീൽ എന്ന് പറയുന്നത്. ഹിസ് സ്പിരിറ്റ് ഈസ് ഇൻ മീ, ദാറ്റ് മീൻസ് ഐ ആം എ സൺ ആൻഡ് എ ഫാദർ വിൽ കെയർ ഫോർ ഹിസ് സൺ. അത് എന്ത് സംഭവിച്ചാലും, ഭൂമിയിലുള്ളതെല്ലാം ഇളകിപ്പോയാലും നമ്മുടെ നങ്കൂരം സ്വർഗത്തിൽ പിതാവിന്റെ അടുത്താണ്. ദാറ്റ്സ് എ ട്രൂ ക്രിസ്ത്യൻ റെസ്റ്റ്. ബാക്കി ഒന്നിനും നമുക്ക് റെസ്റ്റ് ചെയ്യാനില്ല, ബാക്കി ഒന്നിനും നമുക്ക് ആശ്വസിക്കാനില്ല. ദ ട്രൂ റെസ്റ്റ്, ക്രിസ്ത്യൻ റെസ്റ്റ് കംസ് ബൈ ദാറ്റ് ഹോപ്പ്. ആ ഹോപ്പാണ് നമ്മുടെ നങ്കൂരം എന്ന് പറയും. ഓക്കെ, അവനിൽ നിങ്ങൾ തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. അപ്പൊ വീണ്ടെടുപ്പ് ആർക്കാ ലഭിക്കുന്ന? അവന്റെ ജനത്തിന് വേണ്ടി. അവന്റെ ജനത്തിനാണ് വീണ്ടെടുക്കുന്നത്. പഴയ നിയമം നോക്കിയാൽ അറിയാം, അവന്റെ ജനമാണ് വീണ്ടെടുക്കപ്പെടുന്നത്. പുതിയ നിയമത്തിലും പറയുന്നത് അവന്റെ ജനമാണ്. പക്ഷെ സകല ജാതികളിൽ നിന്നുമാണ്, സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ. ദർ ഇസ് നോ പർട്ടിക്കുലർ ജാതി ഫോർ ഗോഡ് ഇൻ ദ ന്യൂ കവനന്റ്. പുതിയ ഉടമ്പടി പ്രകാരം ദൈവത്തിന്റെ പ്രത്യേക ഫിസിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക, എത്നോഗ്രഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ദൈവത്തിനില്ല. അതായത് ഇന്ന ജാതിയുടെ മേൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, നോ. അല്ലെങ്കിൽ അമേരിക്കയുടെ മേൽ ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിരിക്കുന്നു, അവരാണ് ഇനി എനിക്ക് വേണ്ടി നിൽക്കേണ്ടത്, നോ. അങ്ങനെയില്ല. സകല ജാതികളും, അതാണ് ദൈവത്തിന്റെ ഹിതം. എല്ലാ ജാതികളിലും, ഇസ്രായേലിൽ ഞാൻ ഒരു നിക്ഷേപം വെച്ചിരിക്കുന്നു എന്ന് പുതിയ നിയമത്തിൽ പറയില്ല. അങ്ങനെയില്ല. സകല ജാതികളിലും അവന്റെ മക്കളുടെ മേലാണ് ഈ അവകാശം ദൈവം വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ജാതികളുടെ അതിർവരമ്പ് ക്രിസ്ത്യാനിറ്റിക്കില്ല, രാഷ്ട്രത്തിന്റെ അതിരുകളില്ല. ഓക്കെ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് അബൌട്ട് എ കിങ്ഡം ദാറ്റ് യു ക്യാൻ എക്സ്പീരിയൻസ് ഹിയർ ഇൻ യുവർ ഫ്ലഷ്. ഓക്കെ, അപ്പൊ അതൊരു ഐഹികമായ രാജ്യമേ അല്ല, അതൊരു ബൗണ്ടറീസ് ഉള്ള ഒരു ഐഹിക രാജ്യമല്ല ക്രിസ്തുവിന്റെ രാജ്യം. അത് എല്ലാ രാജ്യങ്ങളിലും വ്യാപരിക്കുന്ന ദൈവകൃപയുടെ മർമ്മം വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള, അവന്റെ കൃപയാൽ നടത്തപ്പെടുന്ന, അവന്റെ ജനത്തിലൂടെ നിറവേറുന്നതാണ് അവന്റെ ഹിതത്തിന്റെ മർമ്മം. അത് നമുക്ക് കൺഫേം ചെയ്തൊരു അവകാശമായി തന്നിരിക്കുന്നു. അത് ഈ വാഗ്ദത്തത്തിൻ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അച്ചാരം. ദിസ് ഈസ് ദ ആങ്കർ ഓൺ വിച്ച് വി റെസ്റ്റ്. 15-ാം വാക്യം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട്. ഇവിടെ ഞാൻ നിർത്തുകയാണ്, ഈ പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥന ഒരു വെളിപ്പാടിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത് വളരെ പ്രത്യേകമായ ഒരു പൊസിഷനിലാണ് ഈ പ്രാർത്ഥന ഇരിക്കുന്നത്. ഒരു കൂട്ടം അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് അവിടെ പ്രസന്റ് ചെയ്ത ശേഷം, എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചതെന്നും ആത്മാവിനാൽ മുദ്രയിട്ടതെന്നും അവിടെ വ്യക്തമാക്കിയ ശേഷം, പൗലോസ്
ഒരു പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പം നമ്മൾ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, all these blessings come to us just because of one fact: we are elected in Christ. ക്രിസ്തുവിൽ നാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, നിയമിക്കപ്പെട്ടിരിക്കുന്നു, ദത്തെടുക്കപ്പെടുവാൻ നമ്മെ വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ ആണ്, ഇൻ ക്രൈസ്റ്റ്. ഈ ക്രിസ്തുവിൽ എന്ന പൊസിഷൻ നമുക്ക് കാണാൻ പറ്റുന്നൊരു പൊസിഷൻ അല്ല. നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ ഒരു വഴിയുമില്ല. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് അനുഭവിക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റില്ല, ഒന്നുമില്ല. പക്ഷെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് അത് പല രീതിയിൽ അനുഭവവേദ്യമാകാം, ലൈഫ് അനുഭവവേദ്യമാകാം. എന്നാൽ ക്രിസ്തുവിൽ ഞാൻ നിത്യതയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് സെൻസ് കൊണ്ട് തിരിച്ചറിയാൻ യാതൊരു വഴിയുമില്ല. അതായത് we are born as natural human beings, grow up as natural human beings, not knowing that we are elected in Christ before the time. സമയത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതാണെന്നൊരു ബോധവും ഇല്ലാതെ നമ്മൾ ജീവിച്ചു പോകുന്നു. നമുക്കത് അറിയാനുള്ള ഒരു വഴി നമ്മുടെ ശരീരത്തിലില്ല. എന്നാൽ വലിയ അനുഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ നമുക്കത് അവകാശമായിട്ടില്ല. ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുകയാണ്, നിത്യതയിൽ അത് കരുതി വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിനാൽ ആ ക്രിസ്തുവിന്റെ അവകാശങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്, നമ്മളത് അറിയുന്നില്ല. എന്നാൽ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്ര വലിയ സ്വർഗീയ ധനം അവന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് വേണ്ടി കരുതി, അവന്റെ അനുസരണത്താൽ, അവന്റെ വിശുദ്ധീകരണത്താൽ നമുക്ക് വേണ്ടി കരുതി അവൻ സൂക്ഷിച്ചിരുന്നു. അതുണ്ട് നമുക്ക് നമ്മുടെ പേരിൽ നിന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ അവകാശമെല്ലാം പ്രാപിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് സ്റ്റാറ്റസ് ഇൻ ക്രൈസ്റ്റ്. സ്റ്റാറ്റസ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഇനി പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ഇൻ ക്രൈസ്റ്റ് പൊസിഷനിൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അതിനു വേണ്ടിയാണ്. നമുക്ക് പലർക്കും അത് അറിയില്ല. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്നതെന്നും നമ്മുടെ അവകാശം എന്താണെന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ അവന്റെ ഹിതത്തിന്റെ ആലോചന എന്താണെന്നും നമുക്ക് പലപ്പോഴും മറന്നു പോകും. അതുകൊണ്ട് പൗലോസ് ഇവിടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ 2 പ്രാർത്ഥനകളുണ്ട്. ഈ 2 പ്രാർത്ഥനകളാണ് എഫെസ്യ ലേഖനത്തെ ശരിക്കും നിർവചിക്കുന്നത്. എന്താണ് ഈ ലേഖനത്തിലുള്ളതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്? പല ആളുകളുടെ വലിയ കൺഫ്യൂഷനാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ കർത്താവെന്നും ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും പല ആളുകളും ചിന്തിക്കാറുണ്ട്. പക്ഷെ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം യേശുവിനെ നമ്മുടെ പ്രതിനിധിയായിട്ടാണ് അപ്പോസ്തലന്മാർ ഉപയോഗിക്കുന്നത്. വർഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് ക്രിസ്തുവിനെ ദൈവമായിട്ട് ഉയർത്തിയായിട്ട് നമ്മൾ കാണുന്നത്. ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യത്വത്തെ കുറിച്ച്, അതായത് നമ്മുടെ സാൽവേഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം യേശുക്രിസ്തു നമ്മുടെ പ്രതിനിധിയായിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ചെല്ലുന്ന ആ ഒരു കാഴ്ചയാണ് അപ്പോസ്തലൻ കാണുന്നത്. നമ്മുടെ കർത്താവായ, അപ്പൊ കർത്താവ് എന്നുള്ള പ്രയോഗം തന്നെ ദൈവത്തിന് തുല്യം തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. കർത്താവാണ് ദൈവം, നമ്മുടെ ദൈവമായ കർത്താവ്, ലോർഡ്. വി ഹാവ് ഓൺലി വൺ ലോർഡ്. ഓക്കെ, അത് ദൈവം അല്ലാതായിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് എന്ന വാക്ക് നമുക്കറിയാം, യഹോവ എന്നാണ് നമ്മൾ പഴയ നിയമത്തില് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. യഹോവ എന്നൊരു വാക്ക് ശരിക്കും ഇല്ല. അത് ഗ്രീക്കില് എബ്രായ ഭാഷയിൽ അത് എഴുതുമ്പം അത് YHWH എന്നാണ് ശരിക്കും. അതായത് YHWH ക്യാപിറ്റൽ ലെറ്റർ YHWH. ഇതാണ് ശരിക്കും യഹോവ എന്ന് ഇത്രയേ ഉള്ളവരുടെ ബൈബിളിലുള്ളൂ. ഇതെല്ലാം കൺസണൻസ് ആണ്, വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ YHWH എന്നുള്ള ഈ വാക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാം, YHWH.
യഹോവ. അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം, YH ഇവിടെ രക്ഷകനുണ്ട് എന്റെ അവസാനം. YH യാഹ്വേ. ഞാൻ എഴുതിയിരിക്കുന്ന ഇത്തിരി അകന്നുപോയി, എന്നാലും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ യഹോവ എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും യാഹ്വേ എന്നാണ് ആ വാക്ക് അവർ ഉച്ചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണ്. പക്ഷെ അവർക്ക് എപ്പോഴും ദൈവം എന്ന വാക്ക് ഉപയോഗിക്കാൻ അവർക്ക് ഭയമായിരുന്നുണ്ട്. അവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അഡോണ എന്ന വാക്കിന്റെ വവൽസ് നോക്കി, AOA, ഇതാണ് ഇവിടെ AOA, യഹോവ, അഡോണ എന്നുള്ള വാക്കിന്റെ. അഡോണ എന്നുള്ള വാക്കാണ് കർത്താവ് എന്നുള്ളത്. അപ്പൊ ഈ യഹോവ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൈവം എന്ന് അടങ്ങിയിട്ടുണ്ട്, കർത്താവ് എന്ന് അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്താണ് അഡോണ എന്ന വാക്കിന്റെ വവൽസ് എടുത്താണ് YHWH പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഹ്വേ എന്ന് പ്രൊനൗൺസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അവരെപ്പോഴും അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാതിരിക്കാൻ വേണ്ടി കർത്താവ്, നമ്മുടെ കർത്താവ് എന്നുള്ള അർത്ഥത്തിൽ അത് ആ വവൽസ് ഇതിനിടയിൽ മിക്സ് ചെയ്തിട്ടാണ് യഹോവ എന്ന പദം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് വരുമ്പോൾ അത് കർത്താവ് എന്ന് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദ ലോർഡ് എന്നാണ് ഈ യഹോവ എന്നുള്ള വാക്കിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് അതിനകത്തെ വവൽ സൗണ്ടിനെ സൂചിപ്പിച്ചാണ് ട്രാൻസ്ലേഷൻ. എന്നാൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എബ്രായ അവരത് കോട്ട് ചെയ്യുമ്പം ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. ദൈവമായ കർത്താവ് എന്ന് യഹൂദ ജനം മനസ്സിലാക്കുന്നത് ദൈവത്തെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് എന്ന പ്രയോഗവും ദൈവം എന്ന പ്രയോഗവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവം, ഒരു കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദാറ്റ് ഗോഡ് റിലേറ്റ്സ് ടു അസ് ആസ് ലോർഡ് എന്നാണ്. ആ ദൈവം നമ്മോട് ഇടപെടുവാൻ നമ്മുടെ കർത്താവ് എന്ന ആശയമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ യേശുവാണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലോർഡ്, അതിനകത്തൊരു പേഴ്സണലൈസേഷൻ ഉണ്ട്. ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്, എന്റെ കർത്താവ് യേശു ക്രിസ്തുവാണ് എന്ന് പറയുമ്പം അത് ആ ദൈവത്തിന്റെ തൃത്വത്തെ കുറിച്ച് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. എപ്പോഴും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ. അപ്പൊ നമ്മുടെ സ്ഥാനത്ത് കർത്താവ് നിന്നാണ് നമുക്ക് ഈ രക്ഷ തരുന്നത്. സോ ഹി സ്റ്റാൻഡ്സ് there as my representative. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ആരെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ? ദൈവം നമുക്ക് തരുന്ന പരിജ്ഞാനം. അപ്പൊ അതാണ് നമുക്ക് പരിജ്ഞാനം തരുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനമൊന്നും പല സ്ഥലത്തും നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ബോത്ത് ആർ ദ സെയിം. അപ്പൊ പിതാവായ ദൈവത്തിന്റെ പരിജ്ഞാനം ക്രിസ്തുവിനോട് ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ക്രൈസ്റ്റ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് ദാറ്റ് പരിജ്ഞാനം, ദാറ്റ് നോളജ് ആൻഡ് വിസ്ഡം. അത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിസ് പരിജ്ഞാനം ഈസ് ഓൾസോ ദ സെയിം. അപ്പൊ യേശുക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മളിലേക്ക് വരുന്നു. ഓക്കെ, ക്രൈസ്റ്റ് ഗിവ്സ് us that knowledge of God. അപ്പൊ ക്രിസ്തുവാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഇപ്പൊ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വെളിപ്പാട് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മിക്കവാറും ആളുകൾക്കും കാണേണ്ട വെളിപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ എന്താവും, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ക്രൈസിസിലാണ്, ദൈവമേ കാണിച്ചു തരണേ, എന്താണ് ലൈഫ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണിച്ചു തരണമേ. ഇതല്ല വെളിപ്പാട്. നിന്നെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ തണുപ്പുള്ള ഒരു രാജ്യത്ത് പോയിരിക്കുന്ന കണ്ടു. ഇതൊന്നും അല്ല വെളിപ്പാട്. അല്ലെ, പാമ്പിനെ കണ്ടു. ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. കർത്താവ് ഇവരെ വെളിപ്പാട് കാണുമ്പം അവിടെ ചുറ്റുമുള്ള പാമ്പിനെയും തേളിനെയും ഒക്കെ കാണിച്ചു കൊടുക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. ഒന്നുമല്ല. പൗലോസ് പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. അപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന വെളിപ്പാടുണ്ട്. യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന വെളിപ്പാട് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ആരെങ്കിലും നിങ്ങൾ ഇത് ഇല്ലാത്ത വെളിപ്പാട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് ഈ പ്രാർത്ഥന നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. എന്റെ കർത്താവെ,
ലോകത്തിലുള്ള പലവിധ വെളിപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്. രാത്രി സ്വപ്നത്തിൽ അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു. ഇതെല്ലാം വിട്ടിട്ട് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ളത് മാത്രം കാണാൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇനി ഒത്തിരി പ്രവചനങ്ങളും അത് ഇതൊക്കെ പറയുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും രക്ഷപ്പെടുന്നത്, അതിനകത്താണ് രക്ഷപ്പെടേണ്ടത്. കാരണം പലപ്പോഴും നമ്മുടെ മനസാക്ഷി ചൂട് പിടിച്ച് നമ്മുടെ മനസാക്ഷിയിൽ കാണുന്ന പല കാര്യങ്ങളുമാണ് ഈ ആലോചന എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ ലഭിക്കണം. അപ്പൊ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ ലഭിക്കണം, പക്ഷെ അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിലായിരിക്കണം. അങ്ങനെ ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചാൽ നമ്മൾ എന്തൊക്കെ കാണും എന്നാണ് അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, അപ്പൊ ഈ വെളിപ്പാടിന് എന്ത് ചെയ്യാൻ പറ്റും? വെളിപ്പാട് കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കും, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കും. അതായത് അവിടെ ഇരുട്ടാണ്, നമുക്ക് ഹൃദയത്തിന് കണ്ണുണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റും. ഈ വെളിപ്പാടിന്റെ ആത്മാവില്ലാത്തതുകൊണ്ട് ഒന്നും കാണത്തില്ല. നമുക്ക് നല്ല ഇരുട്ടത്തിരുന്നാലുള്ള അനുഭവം എന്താണ്? ഞാൻ കഴിഞ്ഞ 2 സൺഡേ മുമ്പ് അതൊന്ന് ഈ കൂരിരുളിനെ കുറിച്ച് സംസാരിച്ചാൽ, അതായത് നല്ല ഇരുട്ടാണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ഒന്നും കാണാൻ വയ്യാതെ. അതുപോലെയാണ് പലരുടെ ആത്മാവിന്റെ അവസ്ഥ. ഈ ആത്മാവ്, അകത്തെ മനുഷ്യൻ, ആത്മാവിന് വെളിപ്പാടില്ല, വെളിപ്പെടുന്നില്ല ഒന്നും എന്ന് പറഞ്ഞാൽ കണ്ണടഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ ദുഷ്ടൻ അടച്ചു കളഞ്ഞെന്നൊക്കെ പറയുന്നത്. അപ്പൊ കണ്ണടഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ ഹൃദയത്തിന്റെ ദൃഷ്ടിയിൽ ഒരു പ്രകാശം ഉണ്ടായി കഴിഞ്ഞാൽ അകത്തെ ആത്മാവ്, നമ്മുടെ ആത്മാവ് കണ്ണു തുറന്ന് കാണണം. എന്ത് കാണണം? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും, ഓക്കെ, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ അറിയാൻ വേണ്ടിയുള്ള, അതായത് ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. ഇത് ദൈവത്തിന്റെ ആത്മാവ് കണ്ണു തുറപ്പിച്ചാൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ. അപ്പൊ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാം. അപ്പൊ നമ്മൾ എന്തിനാണ് വിളിച്ചത്? ആ വിളിയുടെ കൂടെ ഒരു ആശയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വിളിയുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന പ്രത്യാശയാണ്. അത് ആ പ്രത്യാശയുടെ നങ്കൂരമാണ് നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥത ഈ ലോകത്തെ സംബന്ധിക്കുന്ന ഒരു വാഗ്ദത്തത്തിലും ആകാൻ പാടില്ല. ഈവൻ അത് ജീവനായാലും മരണമായാലും നമ്മുടെ സ്വസ്ഥത നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ള പ്രത്യാശയാണ്. പ്രത്യാശയുടെ ആശ്വാസത്തിൽ നമുക്ക് സ്വസ്ഥരാകാൻ കഴിയുന്നതാണ് ക്രിസ്ത്യൻ സ്വസ്ഥത, ആത്മാവിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആളുകളെ ദൈവം നിനക്കൊരു വിടുതൽ വെച്ചിട്ടുണ്ട്, നല്ല കാര്യം, വിടുതൽ വെച്ചിട്ടുണ്ടാവും. ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ദ റീസൺ ഫോർ അവർ റെസ്റ്റ്. വിടുതൽ വെച്ചിട്ടുണ്ട്, സന്തോഷം, സ്തോത്രം. But that should not be the reason for our rest. Our rest is in the promise. അതായത് നമ്മളുടെ ദൈവം പല വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, അവ നടപ്പാക്കുകയും ചെയ്യും ദൈവമല്ല. പക്ഷെ നമ്മുടെ സ്വസ്ഥത ഈ ലോകത്തെ സംബന്ധിക്കുന്ന ഒരു വാഗ്ദത്തത്തിലല്ല. നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവം നമുക്ക് പരിജ്ഞാനത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സ്വർഗീയ നിക്ഷേപങ്ങളെ കുറിച്ച്, നമ്മുടെ വിളിച്ച വിളിയാലുള്ള ആശയാണ് നമ്മെ സ്വസ്ഥരാക്കുന്നത്. വി ബിലോങ് ദെയർ. വാട്ട് എവർ ഹാപ്പൻസ് ഹിയർ ഡസ് നോട്ട് ബോദർ മീ. കാരണം എൻ്റെ അവകാശം നിത്യമാണ്, അത് ക്രിസ്തുവിൽ ഉറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു നങ്കൂരം പോലെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തുള്ള ഒന്നിന്മേലുമുള്ള ആശ്വാസം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ദാറ്റ്സ് നോട്ട് ദ സ്പിരിച്വൽ റെസ്റ്റ് ദാറ്റ് ഗോഡ് ഹാസ് കോൾഡ് us into. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആത്മീക റെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ നങ്കൂരത്തിന്മേലാണ്. അവിടെ റെസ്റ്റ് ചെയ്യുന്നവൻ ഒരിക്കലും കുലുങ്ങി പോവില്ല, ഒരിക്കലും അവൻ നശിച്ചു പോവില്ല, കുലുങ്ങി പോവില്ല. കാരണം അത് അഴിഞ്ഞു പോകാത്തൊരു വാഗ്ദത്തമാണ്. ബാക്കി എല്ലാ വാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ല, വരാം. കാരണം പ്രത്യാശയുടെ നങ്കൂരം,
അപ്പൊ നമുക്ക് എങ്ങനെയാണ് വാഗ്ദത്തങ്ങൾക്ക്, ദൈവം തന്ന പല വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരാമെന്ന് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ ചോദിക്കുക. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിങ്ങനെ അനുഭവപ്പെടുകയാണ്, കർത്താവ് എനിക്ക് ഒരു ജോലി തരാൻ പോകുന്നു. ഞാൻ ആ എക്സാമ്പിൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിക്കുന്ന അല്ലാത്തതുകൊണ്ടാണ്. എനിക്കിനി ജോലിയൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഒരു ജോലി തരാൻ പോകുന്നു എന്ന് കർത്താവ് ഒരു വാഗ്ദത്തം തന്നതായിട്ട് എനിക്ക് ഉറച്ചു വിശ്വസിച്ചു. അപ്പൊ ഞാൻ അതിൽ ആശ്വസിച്ചിരിക്കുകയാണ്. ജോലി വരുന്നില്ല. നമ്മൾ വിചാരിക്കും കർത്താവ് വാഗ്ദത്തം എന്ത്? പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ദൈവം എന്താ ഉദ്ദേശിച്ചത് നമ്മൾ അതും അർത്ഥത്തിൽ മനസ്സിലാക്കിയെന്നൊന്നും അർത്ഥമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ജോലി ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നെ നടത്തിക്കോളും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നടന്നാലും ഓടിയാലും നമ്മൾ സ്വർഗത്തിലേക്കുള്ളവരാണ് എന്നുള്ള രണ്ട് കാര്യം. ഇത് രണ്ടും ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അല്ലെ? അപ്പൊ അതിൽ നമ്മൾ റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യുന്നത് അവിടെയാണ്, ആ വാഗ്ദത്തത്തിന്മേലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നാം എന്ത് ആശയാണോ മുന്നിൽ കണ്ടിരിക്കുന്നത് ആ ആശയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെസ്റ്റിംഗ് there only. But we can receive any number of promises from God and we believe it, we claim it, whatever. But rest happens when we find rest in the arms of the Lord, in his promises. Okay. അപ്പോൾ ഇത് കാണാൻ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. ആ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് വിളിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഓക്കെ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. ഈ വിളിച്ച ആശയെ കുറിച്ച് പറയുമ്പം വിളിയാലുള്ള ആശ, ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്ന വിശ്വാസം എടുത്തു കളയുന്നതാണ്, പ്രത്യാശ എടുത്തു കളയും. ഇന്ന് പല ടീച്ചിങ്ങും പല പ്രസംഗം കേട്ട് നമ്മൾ തിരിച്ചു വരുമ്പം നമുക്കുള്ള പ്രത്യാശ പോയ അവസ്ഥയിലാണ്. നീ ഇന്ന് സ്വർഗത്തിൽ പോകൂ, നീ ഇങ്ങനെ നടന്ന. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു അടുത്ത് പ്രസംഗിച്ചെന്ന് നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞാണ്, ഒരു ചർച്ചില് ഒരു പാസ്റ്റർ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പൊ പുള്ളി ആലോചിക്കുകയാണ്, കർത്താവ് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ 10 രൂപ ഉണ്ടെന്നല്ല, അതിനകത്ത് 1 രൂപ കൊടുത്തോ? അപ്പൊ എന്തോ ഒരു പ്രവൃത്തിയിലേക്ക് ഇതെല്ലാം കൂടെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രത്യാശ അതോടെ പോയി. കാരണം എല്ലായിടത്തും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. നമ്മൾ എത്ര കൊടുത്തതെന്ന് പറഞ്ഞാലും അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അതാണ് നിയമത്തിന്റെ ഒരു പ്രത്യേകത. വി നെവർ അച്ചീവ് പെർഫെക്ഷൻ. അപ്പൊ നങ്കൂരം പൊളിഞ്ഞുപോയി. അപ്പൊ ഇത് പൊളിച്ച് കളയുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് കൂടുതലുള്ളത്. രക്ഷപ്പെടും മക്കളെ, ലോകം തകർന്നു പോക്കോട്ടെ, നിങ്ങളെല്ലാം വിടുക, നിങ്ങൾക്ക് ആ നങ്കൂരം ഉണ്ടല്ലോ എന്ന് പറയാൻ ആ നങ്കൂരം അവിടെ ഉണ്ടാകണം. അത് പറിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ട് രക്ഷപ്പെടാനായി പറയുന്നു? സോ ദ ബിഗ്ഗസ്റ്റ് ക്രൈസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളത് ഈ പ്രത്യാശ എടുത്തു കളയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് പോലും എന്തിനായി ഓട്ടം ഓടുന്നതെന്ന് സംശയമാണ്. നിങ്ങൾക്കറിയാം, അവര് ചിന്തിക്കുമ്പോൾ അപ്പനും അമ്മയും പെർഫെക്റ്റ് അല്ല, അവരൊക്കെ സ്വർഗത്തിൽ പോകും. അവര് പോയാൽ ഞാനും പോകും. കേട്ടില്ലത്? എന്റെ അപ്പനും അമ്മയും സ്വർഗത്തിൽ പോയാൽ ഞാനും പോകും. അങ്ങനെ അവര് പോകാനുള്ള സാധ്യതയില്ല. കാരണം അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവന്റെ ചിന്ത. ഇപ്പൊ ലോകത്തിലെ സാധാരണ മതങ്ങളെ പോലെ ഇതും പ്രവൃത്തി അധിഷ്ഠിതമായി ഒരു സിസ്റ്റമായിട്ട് മാറും. ഇന്ന് സംഭവിക്കുന്ന ഒരു വലിയ അപകടം ഈ വാഗ്ദത്തങ്ങളെ കുറിച്ചൊന്നും ഒരു സുബോധവും നമുക്കില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് സകല മഹത്വവും ദൈവത്തിന് വരത്തക്ക രീതിയിൽ ഒരു രക്ഷ നമുക്ക് തന്നത്? ആ രക്ഷയുടെ നങ്കൂരം എന്താണ്? ആ പ്രത്യാശ, വിളിയാനുള്ള ആശ ഇന്നതാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അവന്റെ ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാനും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. ഇത് വിശുദ്ധന്മാരിലാണ്. നേരത്തെ നമ്മൾ ക്രിസ്തുവിൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാരിൽ എന്തുണ്ട്? അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. അതായത് ആത്മാവ് അവന്റെ ഉള്ളിൽ, ഒരു വിശുദ്ധന്റെ ഉള്ളിൽ നൽകുന്ന ദൈവിക അവകാശങ്ങളുടെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇത് ഈ വാക്യം വായിക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ആയിട്ട് തോന്നുമെങ്കിലും വളരെ ലളിതമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ ഒരു കൃപാധനം, അവകാശത്തിന്റെ മഹിമാധനം വ്യാപരിക്കുന്നുണ്ട്. ഈ മഹിമാധനം ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ അവൻ നമുക്ക് തരുന്ന ശക്തിക്ക് അനുസരിച്ച്. ഇതാ പ്രാർത്ഥന, ഈ 3-ാം അധ്യായത്തിന്റെ അവസാനം ഈ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വേറെ രീതിയിൽ. അപ്പൊ ദൈവത്തിന്റെ വല്ലഭത്വം, അവന്റെ ശക്തി,
അവന്റെ ശക്തി അനുസരിച്ച് ഈ വ്യാപാരം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മൾ ജീവിക്കുന്ന പാറ്റേൺ എല്ലാം മാറിപ്പോകും. ഇതാണ് എഫെസ്യ ലേഖനത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന അവന്റെ വല്ലഭത്വത്താലാണ്. നമ്മുടെ വ്യാപാരങ്ങൾ, കൃപാധനത്തിന്റെ വ്യാപാരങ്ങൾ ദൈവത്തിന്റെ ധനത്താലാണ്, അവന്റെ ശക്തിയാലാണ്. അപ്പൊ നമുക്ക് പെരുമാറാൻ 2-3 വഴികളുണ്ട്. ഒന്ന് നമ്മുടെ ധനത്താലാണ്, നമ്മൾ ഈ ലോകത്ത് ആർജിച്ചെടുത്ത ധനമാണ്. അത് ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തവർക്ക് അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് ക്രിസ്തുവിന്റെ ധനം വ്യാപാരം ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ മനുഷ്യരോട് ഇടപെടുമ്പോൾ ക്രിസ്തുവിന്റെ ധനം വ്യാപാരം ചെയ്യുമ്പോൾ ആ മഹിമാധനം നമ്മളിൽ വ്യാപരിക്കുന്ന ആ അളവറ്റ ശക്തിയുടെ വ്യാപാരം നമ്മളിലൂടെ നടക്കുമ്പോൾ അത് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വിറ്റ്നസ് ആണ്. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിലൂടെ സാധിക്കുകയാണ്, ക്രിസ്തുവിന്റെ മഹിമാധനം നമ്മളിൽ വെച്ചിട്ട്. ഈ കൃപയുടെ വ്യാപാര ശക്തി എന്ന് പറയുന്നത്, നമ്മളിൽ ഉള്ള കൃപ വ്യാപരിക്കപ്പെടുന്നു, കമ്മ്യൂണിക്കേറ്റഡ്, ഇറ്റ് സ്പ്രെഡ്. ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കൃപ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു പുൾപിറ്റിന്റെ മുമ്പിലേക്ക് വെച്ച് നിന്നിട്ട് കൃപയാണ് ബ്രദറെ എന്ന് പറഞ്ഞാൽ വ്യാപരിക്കുന്നില്ല, ബഹളം വെക്കുന്നത്. എങ്ങനെയാണ് കൃപ വ്യാപരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നത്? ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ആളുകളോടുള്ള ഇടപെടൽ വ്യാപാരങ്ങൾ, ഓരോ ട്രാൻസാക്ഷൻ, നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ ക്യാരക്ടർ ഇടപെടൽ, പ്രേയറിലുള്ള നമ്മുടെ വാക്കുകൾ, നമ്മൾ കർത്താവിനോട് എന്താണ് സംസാരിക്കുന്നത്, അടുത്തിരിക്കുന്ന ആളോട് എന്താണ് സംസാരിക്കുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആവിഷ്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെടുന്നു. എന്താണ് വെളിപ്പെടുത്തപ്പെടുന്നത്? ഓക്കെ, ആ ഒരു കാര്യമാണ് ഈ കൃപയുടെ വ്യാപാര ശക്തി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വി ആർ എക്സ്ചേഞ്ചിങ്, വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൃപയുടെ വ്യാപാരം. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ പൗലോസ് പിന്നീട് പറഞ്ഞേക്കുന്ന എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാണാൻ. ഈ കൃപയുടെ വ്യാപാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ശക്തി എന്താണെന്നുള്ളത്. ഒരു കുടുംബത്തെ ബ്യൂട്ടിഫുൾ ആക്കുന്നു, പേരന്റിങ്ങിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നു, നമ്മുടെ ജോലി സ്ഥലങ്ങളെ മനോഹരമാക്കുന്നു. ഓക്കെ, നമ്മുടെ ഒരു സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുമ്പോൾ, കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളിൽ ഉള്ള വ്യാപാര ശക്തി, ക്രിസ്തുവിന്റെ കൃപയുടെ വ്യാപാര ശക്തി, സകല മഹത്വവും അവന് കരയറ്റപ്പെടുന്ന ഒരു വ്യാപാര ശക്തി. ഇതെപ്പോഴും നമ്മളിങ്ങനെ മതപരമായിട്ട് ഒരു അടിച്ചമർത്തൽ സിസ്റ്റം, അതാണ് മറ്റു മതങ്ങളിലേക്ക് ഉള്ളത് അല്ലെ. ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് നീ വിശ്വസിച്ചില്ലെങ്കിൽ നിന്റെ കഴുത്ത് മുറിക്കുന്നു പറയുന്നത് അതാണ് മറ്റു മതങ്ങളിൽ കാണുന്നത്. അതായത് ഇതിങ്ങനെയല്ല. ഇത് നമ്മളിലൂടെ ഒരു കൃപ വ്യാപരിക്കുകയാണ്, നമ്മൾ മറ്റുള്ളവരെ തടയുന്നില്ല. നമ്മളിലൂടെ ഒരു കൃപ വ്യാപരിച്ച കൃപ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് കർത്താവ് ആരാണ്. ഇതൊരു മതമല്ല, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഇതൊരു വിശ്വാസത്താൽ അവിടെ കൃപ വ്യാപാരം ചെയ്യപ്പെടുകയാണ്, കൃപ വിനിമയം ചെയ്യപ്പെടുകയാണെന്ന് പറയുന്നതായിരിക്കും ശരി. കൃപ വിനിമയം ചെയ്യപ്പെടുകയാണ്. ഗ്രേസ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ അവർ വർക്ക്, ത്രൂ അവർ ആക്ഷൻസ്. ക്രിസ്തുവിന്റെ കൃപ വ്യാപിക്കപ്പെടുന്നു. അപ്പൊ ഇത്രയും വലിയ ശക്തി നമ്മളിൽ ഉണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഹിതം, അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ആലോചന നിറവേറ്റപ്പെടുവാൻ അവനവന്റെ മക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവരിൽ വ്യാപരിക്കുന്ന ശക്തിക്കും അവരുടെ പ്രത്യാശയ്ക്കും അവരെ വിശുദ്ധീകരിക്കാനും കൃപയുടെ വിനിമയം ഈ ലോകത്ത് നടക്കാനും. പൈസയുടെ വിനിമയം നടക്കുന്നത്, കൃപയുടെ വിനിമയം നടക്കാനുള്ള ശക്തി ഈ ആത്മാവ് എന്ന അച്ചാരം ലഭിച്ചിട്ടുള്ള നമുക്ക് ഉണ്ട് എന്നാണ് എഫെസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ബേസിക്കലി വി പ്രേ ദാറ്റ് അവർ ഐസ് ബി ഓപ്പൺഡ്, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ,
തുറക്കപ്പെടണം, ഇന്നർ ഐസ് തുറക്കപ്പെടണം, അവിടെ വെളിച്ചമുണ്ടാകണം. ആ വെളിച്ചത്തിൽ നമ്മൾ കാണണം നമ്മൾ എത്ര വലിയ അവകാശത്തിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതെന്നും നമ്മുടെ ആശ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാകുമ്പോൾ നമ്മൾ ഈ ചെറിയ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം അവസാനിപ്പിക്കും. വീട്ടിലുള്ള പോരാട്ടങ്ങൾ തീരും. കാരണം വി ആർ കോൾഡ് ഫോർ സംതിങ് ഗ്രേറ്റർ. അത് നമുക്ക് വിളിയാനുള്ള ആശ നമുക്ക് വ്യക്തമാകുമ്പോൾ ഈ ബിക്കറിങ്സ്, ഇവിടെയുള്ള മൈനർ ബിക്കറിങ്സിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കി കളയുകയില്ല. കാരണം നമുക്ക് ഒരു ഫോക്കസ് ഉണ്ട്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവിന്റെ അടുത്ത് നമ്മൾ പ്രസന്റഡ് ആകണം. സകല മഹത്വവും അവൻ അർപ്പിക്കപ്പെടുന്ന മഹത്തായ ഒരു രക്ഷയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ വിളിച്ച ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് സ്തോത്രം ചെയ്ത് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ രക്ഷയുടെ പൂർണ്ണ മഹത്വം അങ്ങേക്ക് ഞങ്ങൾ കരയറ്റുന്നു. യാതൊരു യോഗ്യതയും ഇന്നും ഞങ്ങൾക്കില്ല. ഇപ്പോഴും ദൈവമേ, ഞങ്ങളെ നോക്കിയാൽ നരകത്തിൽ പോകാനല്ലാതെ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. എന്നാൽ കർത്താവെ, ഞങ്ങളോടുള്ള വാഗ്ദത്തം, ആ വാഗ്ദത്തിന്റെ അച്ചാരമായ ആത്മാവ് ഞങ്ങളുടെ ആത്മാവിനോട് പറയുന്നു, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. കർത്താവെ, ആ വാക്ക് ഞങ്ങൾ എത്രയോ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ വിളിയാനുള്ള ആശ കർത്താവെ, അതിന്റെ വ്യാപാര ശക്തി ദൈവം അത് അനുഭവിക്കുവാൻ, അത് കാണുവാൻ ഞങ്ങൾ എല്ലാവരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. കർത്താവെ, ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ സഭകളെ നോക്കുമ്പോൾ ദൈവമേ, എത്രയോ സഭകളിൽ കർത്താവെ ഈ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദൈവമേ, ഭൗതികമായ ആശ്വാസങ്ങൾക്ക് വേണ്ടി അവര് പല പ്രവാചകന്മാരുടെ പുറകെ ഓടുമ്പോൾ കർത്താവെ, അവിടെ ഞങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥത വരുത്തിയിരിക്കുന്നു. കർത്താവെ, ആ നിത്യമായ വാഗ്ദത്തങ്ങളിൽ നങ്കൂരമിടുവാൻ കർത്താവെ അവിടെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ ആശ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.